സംസ്ഥാനത്ത് ആത്മഹത്യാ നിരക്ക് വലിയ രീതിയിൽ വർദ്ധിക്കുകയാണ്. അതിലേറ്റവും കൂടുതൽ, അതായത് ജീവനൊടുക്കുന്നതിൽ കൂടുതലും പുരുഷന്മാരെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഒരു വർഷം കേരളത്തിൽ 10,000 പേർ ആത്മഹത്യ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെ 80% പുരുഷന്മാരാണ്. പല കാരണങ്ങളുണ്ട്. സാമ്പത്തിക ബാധ്യത, കുടുംബ പ്രശ്നങ്ങൾ, മാനസിക സംഘർഷം, ഡിപ്രഷൻ ഉൾപ്പെടെയുള്ള കാരണങ്ങളാണ് പലരെയും ജീവനൊടുക്കാൻ പ്രേരിപ്പിക്കുന്നത്. കോഴിക്കോട് നരിക്കുനിയിൽ ഒരു യുവാവ് ജീവനൊടുക്കിയത് കടുത്ത സാമ്പത്തിക ബാധ്യതയെ തുടർന്നാണ്. ഓൺലൈൻ ട്രേഡിംഗ് സ്ഥാപനം നടത്തിവരികയായിരുന്ന പറമ്പിൽ ബസാർ സ്വദേശി വിനോദ് കുമാറാണ് മരിച്ചത്. വിനോദിൻ്റെ മകൾക്ക് ഗുരുതരമായി പൊള്ളലേറ്റു. 9 വയസ്സുകാരിയായ മകൾ ചികിത്സയിലാണ്. വിനോദ് കുമാർ സ്വയം തീ കൊളുത്തിയപ്പോൾ മകൾ കെടുത്താൻ ശ്രമിച്ചപ്പോഴാണ് പൊള്ളലേറ്റത്. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. അനീഷ്, ഇതേറെ ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു സംഭവമാണ്. ഒരു അച്ഛൻ തീ കൊളുത്തി ജീവനെടുക്കാൻ ശ്രമിക്കുമ്പോൾ 9 വയസ്സുകാരി ആ അച്ഛനെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തുന്നു. ആ തീ കെടുത്താൻ ശ്രമിക്കുന്നു. ഇതിനിടെ മകൾക്കും പൊള്ളലേൽക്കുന്നു. പക്ഷേ അച്ഛൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന വാർത്തയാണ് രാവിലെ കേട്ടത്. എന്താണ് സംഭവിച്ചത് അനീഷ്? ടോം, അങ്ങേയറ്റം വേദനാജനകവും ഒപ്പം ഞെട്ടിക്കുന്നതുമായൊരു സംഭവം തന്നെയാണ് ഇന്ന് രാവിലെ നരിക്കുനിയിൽ ഉണ്ടായിരിക്കുന്നത്. നരിക്കുനി കൊടുവള്ളി റോഡിലെ ഒരു കടയിൽ, ഒരു കോംപ്ലക്സിലെ 1ാം നിലയിലുള്ള കടയിൽ ഒരു തീ പടരുന്നു എന്നൊരു വിവരം ആണ് ആദ്യം പുറത്തു വരുന്നത്. നാട്ടുകാർ ഇക്കാര്യം അഗ്നിശമന സേന ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും അവർ സ്ഥലത്തേക്ക് എത്തുകയുമായിരുന്നു. അവർ ഉള്ളിലെത്തി തീ അണച്ചപ്പോഴേക്കുമാണ് അതിന്റെ വശത്ത് ഒരു പെൺകുട്ടി, 8 വയസ്സ് ഉള്ള ഒരു പെൺകുട്ടി നിൽക്കുന്നതായി കണ്ടത്. ആ കുട്ടിയെ അവിടെ നിന്നും പെട്ടെന്ന് തന്നെ മാറ്റുകയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയുമാണ്. അപ്പോഴാണ് ഈ പെൺകുട്ടി പറഞ്ഞത് തൻ്റെ അച്ഛൻ ഇതിനുള്ളിൽ തീ കൊളുത്തി മരിച്ചു എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അത്തരം തീ കൊളുത്തി എന്നതും താൻ ഇത് കണ്ട് അടുത്ത് നിൽക്കുകയും അത് തടയാൻ ശ്രമിച്ചു എന്നൊക്കെ ഈ കുട്ടി പറയുകയും ചെയ്തു. എന്തായാലും ആ കുട്ടിയുടെ കൈക്കും മറ്റുമൊക്കെ ചെറിയ പൊള്ളലേ ഉള്ളൂ എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ് ആ കുട്ടിയുള്ളത്. എന്തായാലും ആ കുട്ടി നൽകിയ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ആ കുട്ടി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കടയിൽ പരിശോധന നടത്തുമ്പോൾ വെന്ത് ഉരുകിയ നിലയിൽ ഈ VT വിനേഷ് കുമാർ എന്ന 45 വയസ്സുള്ള ആളുടെ മൃതദേഹം കണ്ടെത്തുന്നത്. എന്തായാലും അതിനുശേഷമാണ് കാര്യങ്ങളെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ വന്നത്. ആദ്യഘട്ടത്തിൽ ഈ കുട്ടിയെ കൊന്ന് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതാണോ ഈ വിനേഷ് എന്നടക്കമുള്ള ചില സംശയങ്ങളുണ്ടായിരുന്നു. എന്നാൽ കുട്ടി സുരക്ഷിതമായി ഒരു വശത്ത് ഉണ്ടായിരുന്നു. ഈ കുട്ടി കാണുകയാണ് ഇത്തരമൊരു പൈശാചികമായ രംഗം ഉണ്ടായത് എന്നതാണ് ഏറെ ഞെട്ടിക്കുന്ന കാരണം. ഒറ്റ ആളലിൽ അച്ഛൻ കത്തുന്നത് കാണേണ്ടി വരുന്ന ഒരു 8 വയസ്സുകാരിയുടെ മാനസികാവസ്ഥയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇത് ഏതാണ്ട് ആലോചിച്ചുറപ്പിച്ചാണ് വിനേഷ് മരണത്തെ തെരഞ്ഞെടുത്തതെന്ന് വേണം കരുതാൻ. കാരണം അയാളുടെ ഒരു ആത്മഹത്യാക്കുറിപ്പ് സമീപത്ത് തന്നെ ഒരു ഡയറി സൂക്ഷിച്ചിട്ടുണ്ട്. ആ ഡയറിയിൽ നിന്നും തൻ്റെ മരണത്തിന് കാരണം കടുത്ത സാമ്പത്തിക ബാധ്യതകളാണ്. ഓൺലൈൻ ട്രേഡിങ്ങിലൂടെ വലിയ തോതിലുള്ള ഒരു ധനനഷ്ടം തനിക്കുണ്ടായി. ആ കാര്യങ്ങൾ മറികടക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് മരണത്തെ താൻ തിരഞ്ഞെടുക്കുകയാണ് എന്ന് എഴുതി വെച്ചാണ് മരിച്ചിരിക്കുന്നത്. തന്റെ മരണത്തിൽ മറ്റാരും ഉത്തരവാദികളല്ല എന്നും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അതുകൊണ്ട് തന്നെ സ്വയം ഒരു മരണം തെരഞ്ഞെടുത്തത് ആണ് എന്നൊരു നിഗമനത്തിലേക്ക് തന്നെ പോലീസിനെത്താൻ കഴിയുന്നു. സാധാരണഗതിയിൽ രാവിലെ ഈ കടയിലേക്ക് വരുമ്പോൾ ഒറ്റയ്ക്കാണ് ഇയാൾ വരുന്നത്. പക്ഷേ ഇന്ന് കുട്ടിയെയും എന്തിനു കൂട്ടി എന്ന ഒരു ചോദ്യമാണ് അവശേഷിക്കുന്നത്. ഈ കുട്ടി ഈ രംഗങ്ങൾ കണ്ട് ഈ കടയ്ക്കുള്ളിൽ ഷട്ടറിട്ടാണ് ഈ ഉണ്ടായിരുന്നത്. ഈ അച്ഛനും മകളും ഈ കടമുറിക്കുള്ളിൽ ഉള്ളപ്പോൾ ഷട്ടറിട്ട നിലയിലായിരുന്നു. പിന്നീട് ഫയർഫോഴ്സ് എത്തുമ്പോൾ ഈ പൂട്ട് പൊളിച്ചാണ് ഷട്ടർ തകർത്ത് അകത്ത് കിടക്കുകയും തീയണയ്ക്കുകയും ഒക്കെ ചെയ്യുകയായിരുന്നു. എന്തിന് ഈ കുട്ടിയുമായി അയാൾ എത്തിയെന്ന ഒരു സംശയം. പെട്രോളും മറ്റുമൊക്കെ നേരത്തെ തന്നെ കരുതിയിരുന്നു ഇങ്ങനൊരു മരണത്തിലേക്ക് നീങ്ങാനായി. പക്ഷേ ഈ കുട്ടിയെയും കൂട്ടി മരിക്കാൻ, അല്ലെങ്കിൽ കുട്ടിയെ കൊന്ന ശേഷം മരിക്കാനൊക്കെ ആയിരിക്കാം ഇയാൾ. അനീഷ് സൂചിപ്പിച്ചതുപോലെ ഒരു ആത്മഹത്യ ചെയ്യാൻ മനസ്സുകൊണ്ട് ഉറപ്പിച്ചു വന്ന യുവാവ് മകളെയും കൂടി കൂട്ടിക്കൊണ്ട്, അതായത് മകളെ കൊലപ്പെടുത്തി ഒരു കൂട്ടാത്മഹത്യയായിരുന്നോ ഇയാളുടെ ലക്ഷ്യം?
ടോം, നമുക്ക് വിനേഷിന്റെ ആ ഒരു നടപടിയിൽ നിന്നും അങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നു. കാരണം നേരത്തെ തന്നെ പെട്രോൾ വാങ്ങി സൂക്ഷിച്ചിരുന്നു, അല്ലെങ്കിൽ ആത്മഹത്യാ കുറിപ്പടക്കം തയ്യാറാക്കി ഈ കുട്ടിയുമായി ഈ കടയിലേക്ക് വരുന്നത് പതിവില്ല, അല്ലെങ്കിൽ കുട്ടിയും കൊണ്ട് രാവിലെ ഒന്നും കടയിലേക്ക് വരുന്ന ഒന്നും പതിവില്ലായിരുന്നു. ഒപ്പം അകത്ത് കയറിയ ശേഷം അകത്തു നിന്നും ഈ ലോക്ക് ചെയ്ത അവസ്ഥയിലായിരുന്നു, അതായത് കട പൂട്ടിയ അവസ്ഥയിലായിരുന്നു. പിന്നീട് ഫയർഫോഴ്സ് എത്തിയപ്പോൾ ഷട്ടർ പൊളിച്ച് അകത്ത് കിടന്നാണ് ഈ കുട്ടിയെ പുറത്തേക്ക് എത്തിച്ചത്. അതുകൊണ്ട് എന്തിന് ഈ കുട്ടിയെ അകത്തേക്ക് കൊണ്ടുപോയി, അല്ലെങ്കിൽ ഈ കുട്ടിയെ കയറ്റിയ ശേഷം എന്തിനത് പൂട്ടിട്ടു, പിന്നീട് കുട്ടിയെ രക്ഷപ്പെടുത്തി ഫയർഫോഴ്സൊക്കെ എത്തിക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ എത്താൻ കഴിയുന്ന ഒരു നിഗമനം ഒരുപക്ഷെ ഈ കുട്ടിയെ കൊന്ന് ജീവൻ എടുക്കുക എന്ന ഒരു തീരുമാനം തന്നെയാവാം വിനീഷ് ആദ്യം എടുത്തിരുന്നത്. എന്നാൽ അവസാന നിമിഷം ഈ കുട്ടിയെ ഒഴിവാക്കാൻ തീരുമാനിച്ചിരിക്കാം. കാരണം ഈ കുട്ടിയുടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ചതിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് തീ കൊളുത്തിയതിൻ്റെയോ ഒന്നും പാടുകളില്ല. കുറച്ച് ഈ പുകയും കുറച്ച് ഈ അകലെ നിന്ന് പൊള്ളിയതിൻ്റെ ചില ലക്ഷണങ്ങൾ മാത്രമാണ് കയ്യിലും മറ്റുമൊക്കെയുള്ളത്. അതുകൊണ്ട് ഈ കുട്ടിയെ കടന്നു പിടിക്കാനോ അല്ലെങ്കിൽ ഈ മരണവെപ്രാളത്തിൽ കുട്ടിയിലേക്ക് എത്തി കുട്ടിയും കൂടി മരണത്തിലേക്ക് കൊണ്ടുപോകുന്നതിനോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ ദേഹത്ത് പെട്രോൾ ഒഴിക്കുന്നതിനോ ഒന്നും അയാൾ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരുപക്ഷെ അവസാന നിമിഷമുണ്ടായ മനസ്സുമാറ്റമാവാം ഇതിൻ്റെ പിന്നിലെ ഒരു ചേതോ വികാരമെന്ന് നമ്മൾ കണക്കാക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഒരിക്കലും ഈ കുട്ടിയെ കൂട്ടി ഈ മുറിയിലേക്ക് ഇയാൾ വരേണ്ടതില്ല. വീട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു മരണത്തിന് തീരുമാനം എടുത്ത് പുറപ്പെട്ടു പോന്നാൽ കുട്ടിയെ വീട്ടിലാക്കിയ ശേഷം വരികയും സ്വയം ജീവൻ എടുക്കുകയുമായിരുന്നു ചെയ്യേണ്ടത്. എന്തായാലും വിശദമായ വിവരങ്ങൾ ഈ 8 വയസ്സുകാരിയിൽ നിന്നും മൊഴിയൊക്കെ രേഖപ്പെടുത്തിയാൽ മാത്രമാണ് നമുക്ക് അല്ലെങ്കിൽ പോലീസിന് അറിയാൻ കഴിയുക. എന്തായാലും കടുത്ത സാമ്പത്തിക ബാധ്യത ഇയാൾക്കുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇയാൾ പറമ്പിൽ ബസാറിലെ ഒരു സൗഭാഗ്യ എന്ന ഒരു വീട്ടുപേര് വിലാസമൊക്കെയാണ് നൽകിയിരുന്നത്. പക്ഷേ പോലീസ് അവിടെ എത്തിയപ്പോൾ അങ്ങനെ ഒരു വിലാസത്തിൽ ഇപ്പോൾ താമസിക്കുന്നില്ല എന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെ ഒരു വിലാസത്തിൽ താമസക്കാരൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് പോലീസിനോട് നൽകിയ ഒരു വിശദീകരണം. എന്തായാലും അതേക്കുറിച്ചുള്ള വിശദമായ അന്വേഷണങ്ങൾ പോലീസ് നടത്തി വരികയാണ്. ഇയാളുടെ കുടുംബ പശ്ചാത്തലം എങ്ങനെയാണ്, ഏത് നാട്ടിൽ നിന്നും വരുന്നതാണ്, എന്തൊക്കെ ബിസിനസ്സുകൾ വഴിയാണ് ഇയാളുടെ പണം നഷ്ടമായത്, അല്ലെങ്കിൽ ഈ മരണത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഭീഷണികളോ മറ്റോ ഉണ്ടോ, അല്ലെങ്കിൽ ഓൺലൈൻ ട്രേഡിംഗ് പരാജയപ്പെട്ടപ്പോൾ വല്ല ഓൺലൈൻ വായ്പാ സംഘത്തിൽ നിന്നും വായ്പ എടുത്തിരുന്നോ, അവരുടെ ഭാഗത്തുനിന്നും ഒരു ഭീഷണി ഉണ്ടായോ, എന്തടക്കമുള്ള ഒരുപാട് വശങ്ങൾ ഇനി പരിശോധിക്കേണ്ടതുണ്ടാവും. എന്തായാലും പോലീസ് വളരെ വിശദമായി അനീഷ് സൂചിപ്പിച്ചതൊക്കെ വിശദമായി പരിശോധിക്കേണ്ട വിഷയമാണ്. കാരണം ഈ സാമ്പത്തിക ബാധ്യത തന്നെയാണോ കാരണമായത്, മറ്റെന്തെങ്കിലും ഭീഷണി ഉണ്ടോ, മറ്റേതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഈ വിനോദ് കുമാറിനെ അലട്ടിയിരുന്നോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായി പരിശോധിക്കേണ്ടതില്ല. അങ്ങനെ ബന്ധുക്കളോടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോടോ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളെക്കുറിച്ച് യുവാവ് പങ്കുവച്ചിരുന്നോ, അല്ലെങ്കിൽ ആത്മഹത്യയെക്കുറിപ്പോ മറ്റേതെങ്കിലും സന്ദേശങ്ങളോ പോലീസിന് ലഭ്യമായിട്ടുണ്ടോ? അത്തരം വിവരങ്ങളൊന്നും ഈ നിലവിൽ ലഭ്യമല്ല എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇയാളുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ എന്നിവരെയൊക്കെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. നേരത്തെ വിവരം അറിയിച്ചപ്പോഴും ഒരു പൂർണ്ണമായും ഒരു തെരച്ചിലേക്ക് അല്ലെങ്കിൽ അത്തരമൊരു രീതിയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. കുട്ടി ആശുപത്രിയിലാണ് ഉള്ളത്. ഇയാളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങൾ ഈ കേവലം ഈ ഓൺലൈൻ ട്രേഡിങ്ങിലൂടെ പണം നഷ്ടമായത് മാത്രമാണോ മരണത്തിലേക്ക് നയിച്ച സാഹചര്യം, മറ്റ് കുടുംബപരമായ പശ്ചാത്തലം അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ആളുകളിൽ നിന്നോ ഈ ബ്ലേഡ് മാഫിയ പോലുള്ള ആളുകളിൽ നിന്നോ ഭീഷണി ഉണ്ടായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായി പരിശോധിക്കും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച ഒരു വിശദമായ അന്വേഷണം ഇതിനകം തന്നെ പോലീസ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട് കേട്ടോ. യെസ്, ഈ കുടുംബാംഗങ്ങളിൽ നിന്നെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ അനീഷ്? കാരണം അങ്ങനെ ഒരു ആത്മഹത്യാ പ്രവണതയെക്കുറിച്ച് ഇതിനു മുൻപ് എപ്പോഴെങ്കിലും കുടുംബത്തിന് സംശയം തോന്നിയിരുന്നോ, അല്ലെങ്കിൽ ഉറ്റവരോട് ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പങ്കുവച്ചിരുന്നോ? അതല്ലെങ്കിൽ ഇതിനു മുൻപ് ഒരു ആത്മഹത്യാ ശ്രമം വിനോദ് കുമാറിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നോ? അങ്ങനെയുള്ള വിവരങ്ങളൊന്നും പോലീസിന് ഇതിനകം ലഭിച്ചു കഴിഞ്ഞിട്ടില്ലെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. ഇവരുടെ കുടുംബാംഗങ്ങളെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താണ് കുടുംബ പശ്ചാത്തലം എന്നത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തിയിട്ടുണ്ട്. ആദ്യം നൽകിയ ഒരു വിലാസം പറമ്പിൽ ബസാറിലെ വിലാസമായിരുന്നു. അവിടെ പ്രാഥമികമായ ഒരു അന്വേഷണം നടത്തിയപ്പോൾ കൃത്യമായ വിവരങ്ങൾ ലഭിച്ചില്ല. പക്ഷേ പോലീസ് വിശദമായി അവിടേക്ക് പോവുകയും പക്ഷേ താൽക്കാലികമായി വാടകയ്ക്കോ മറ്റോ താമസിച്ചിരുന്ന ഒരു വിലാസമായിരിക്കാം നൽകിയത്. പിന്നീട് അവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറിയിരിക്കാം. അങ്ങനെ
അങ്ങനെ സാങ്കേതികമായി സംഭവിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ അപ്പുറം കുടുംബത്തെ കൃത്യമായി കണ്ടെത്തി അവരിൽ നിന്നും വിശദമായ മൊഴി ശേഖരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. നിലവിൽ ദുരൂഹതകളൊന്നും ഈ മരണവുമായി ബന്ധപ്പെട്ട് ഇല്ല എന്നാണ് പോലീസ് പറയുന്നത്. കാരണം ഇയാളുടെ കൈപ്പടയിലുള്ള കൃത്യമായ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ഈ സാമ്പത്തിക ബാധ്യതകളെക്കുറിച്ച് കൃത്യമായി പറയുകയും തന്റെ മരണത്തിന് പിന്നിൽ മറ്റാർക്കും പങ്കില്ല എന്ന് കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ആ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകളല്ല, മറിച്ച് എന്താണ് മരണത്തിലേക്ക് നയിച്ച സാഹചര്യം എന്നത് സംബന്ധിച്ചാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ വൈകാതെ തന്നെ ഒരു വ്യക്തമായ ചിത്രം പോലീസിന് ലഭിക്കും. ടോം. വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ ഒരു സാമ്പത്തിക അച്ചടക്കമില്ലായ്മയാണ് പലരെയും ഈ കടബാധ്യതകളിലേക്ക് തള്ളിവിടുന്നത്. അതല്ലെങ്കിൽ കൂടുതൽ പണം സമ്പാദിക്കാനുള്ള നെട്ടോട്ടം, അതിനുവേണ്ടി എളുപ്പ വഴികൾ തേടുക, അല്ലെങ്കിൽ കടം വാങ്ങിയുള്ള ബിസിനസ്സുകൾ നടത്തുക, പിന്നീടത് തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരുമ്പോൾ ആത്മഹത്യയിലേക്ക് അഭയം പ്രാപിക്കുക. ഇത് വിനോദ് കുമാറിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതായിരിക്കും. എന്തായാലും പോലീസ് വിശദമായ അന്വേഷണം നടത്തുക. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.